നമ്മൾ ദിവസവും കാണുന്ന ഒരു പക്ഷിയാണ് കാക്ക. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും നമ്മളുടെ ശബ്ദത്തിനേക്കാൾ കൂടുതൽ കേൾക്കുന്ന ഒരു ജീവിയാണ് കാക്ക. പക്ഷെ ഞാനൊരു വിചിത്രമായ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഇത്രയും കാക്കകൾ ഉണ്ടായിട്ടും ഒരു ചത്ത കാക്കനെ നമ്മൾ കാണാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ കറണ്ട് കമ്പിയിൽ ഷോക്കേറ്റ് മരിച്ചൊരു കാക്കനെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വണ്ടി ഇടിച്ച് മരിച്ചൊരു കാക്കനെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ വയസ്സായ മരിച്ച കാക്കനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് യാദൃശ്ചികമാണോ, അല്ലെങ്കിൽ കാക്കകൾ നമ്മൾ നിന്ന് ഒളിപ്പിക്കുന്ന എന്തെങ്കിലും രഹസ്യമുണ്ടോ? ആദ്യമായിട്ടൊരു സാധാരണ ചോദ്യം ഞാൻ ചോദിക്കാം. കാക്കകൾ മരിക്കുമോ? ഉത്തരം അതെ. മനുഷ്യരെ പോലെ തന്നെ കാക്കകൾക്കും രോഗം വരും, പ്രായം കൂടും, അപകടങ്ങൾ സംഭവിക്കും. ശരാശരി ഒരു കാക്കയ്ക്ക് 15 മുതൽ 20 വർഷം വരെയാണ് ജീവിക്കാനുള്ള ആയുസ്സുള്ളത്. ചില കാക്കകൾ അതിനും കൂടുതൽ ജീവിക്കും. പക്ഷെ മരണം അവർക്ക് ഉണ്ടെങ്കിൽ നമ്മളത് കാണാത്തത് എന്തുകൊണ്ടാണ്? കാക്കകളെക്കുറിച്ച് അറിയാത്ത ചില സത്യങ്ങളുണ്ട്. കാക്കകളെ നമ്മൾ വളരെ സാധാരണമായൊരു പക്ഷിയായിട്ടാണ് കാണാറുള്ളത്. പക്ഷെ എന്നാൽ അവരൊരു സാധാരണമായൊരു പക്ഷിയല്ല. കാക്കകൾ ലോകത്തിലെ ഏറ്റവും ഇൻ്റലിജൻ്റായ പക്ഷികളിൽ ഒരു പക്ഷിയാണ്. കാക്കകൾക്ക് മനുഷ്യരുടെ മുഖം തിരിച്ചറിയാനുള്ളൊരു കഴിവുണ്ട്. ഒരിക്കൽ ഒരു മനുഷ്യൻ കാക്കയെ ഉപദ്രവിച്ചാൽ വർഷങ്ങൾ കഴിഞ്ഞാലും ആ മുഖം കാക്കയ്ക്ക് ഓർത്തു വെക്കാനുള്ള കഴിവുണ്ട്. അതുമാത്രമല്ല, ആ മനുഷ്യനെക്കുറിച്ച് മറ്റു കാക്കകൾക്കും ഈ മനുഷ്യൻ വളരെ അപകടകാരിയാണ് എന്ന് പരിചയപ്പെടുത്തും. നിങ്ങൾക്കറിയോ, കാക്കകൾക്ക് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ഒരു കഴിവുണ്ട്. കൊമ്പ് ഉപയോഗിച്ചിട്ട് ഭക്ഷണങ്ങൾ പുറത്തേക്കെടുക്കും. അതുമാത്രമല്ല, വെള്ളം കുടിക്കാൻ ദാഹിച്ചാൽ കല്ലുകൾ പെറുക്കിക്കൊണ്ടുവന്ന് ചട്ടിയിലിട്ടിട്ട് അതിൽ നിന്ന് വെള്ളം കുടിക്കും. ഈ കാര്യമൊക്കെ കുരങ്ങുകൾ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവാം കാക്കകൾക്ക് എത്രയും ബുദ്ധിയാണുള്ളത് എന്ന്. കാക്കകൾക്ക് 100-ലധികം ശബ്ദ വേരിയേഷൻ ചെയ്യാമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. അപകടം നടക്കുമ്പോൾ അത് വേറൊരു ശബ്ദത്തിൽ പറയും. ഭക്ഷണത്തിന് മറ്റൊരു ശബ്ദം, മനുഷ്യൻ അടുത്തുണ്ടെങ്കിൽ വേറൊരു ശബ്ദത്തിൽ കാക്കകൾ നിലവിളിക്കും. അതായത് കാക്കകൾ സംസാരിക്കാറുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നില്ല, അത്രമാത്രം തന്നെയാണ്. കാക്കകൾക്ക് ഭാവിനെ കുറിച്ച് പ്ലാൻ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇന്ന് കാക്കകൾക്ക് ഭക്ഷണം കിട്ടിയാലും അതിനെ മുഴുവൻ തന്നെ കഴിച്ചു തീർക്കാതെ അത് നാളത്തേക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാറുണ്ട്. കാരണം ആ കാക്കകൾക്ക് അറിയാം, ഇനി ചിലപ്പോൾ നാളെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഇന്ന് കിട്ടിയ ഈ ഭക്ഷണം നമ്മൾക്ക് നാളെ കഴിക്കാമെന്ന് ആ കാക്കകൾക്ക് അറിയാം. ഇനി നമ്മൾക്ക് കേരളത്തിൽ കാണുന്ന കാക്കകളുടെ തരം നോക്കാം. നമ്മൾ കാക്ക എന്ന് പറയുമ്പോൾ ഒരൊറ്റ പക്ഷിയാണ് നമ്മുടെ മനസ്സിൽ കയറി വരുന്നത്. പക്ഷെ കേരളത്തിൽ 1-ലധികം തരം കാക്കകളുണ്ട്. അതിൽ ഒന്നാമത്തെ കാക്കയാണ് ഹൗസ് ക്രോ. ഇതിൻ്റെ സയൻറ്റിഫിക് പേരാണ് കോർവസ് സ്പ്ലെൻഡൻസ്. നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന കാക്കയാണ് ഈ ഹൗസ് ക്രോ. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും. അതുമാത്രമല്ല, നമ്മളുടെ വീട്ടിൻ്റെ മേലെയൊക്കെ വന്നിരിക്കുന്നത് ഈ ഹൗസ് ക്രോ എന്ന് പറഞ്ഞ കാക്കയാണ്. ഈ കാക്കയ്ക്ക് ചാരനിറം കലർന്ന കഴുത്താണ് ഉള്ളത്. ഇവ മനുഷ്യരോടൊപ്പം ജീവിക്കാൻ വളരെ അഡാപ്റ്റ് ചെയ്തൊരു കാക്കകളാണ്. നമ്മൾ കാണുന്ന 90% കാക്കകളും ഈ ഹൗസ് ക്രോ തന്നെയാണ്. നമ്മുടെ ലിസ്റ്റത്തെ രണ്ടാമത്തെ കാക്കയാണ് ജംഗിൾ ക്രോ. അതായത് ഇതിൻ്റെ സയൻറ്റിഫിക് പേര് നോക്കിയാൽ കോർവസ് മെക്രോറൈൻകോസ്. ഈ കാക്കകൾ കൂടുതൽ ജീവിക്കുന്നത് കാടിനരികിൽ, മലനാടുകളിൽ, ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലാണ്. അതുകൊണ്ട് ഈ കാക്കകളിനെ നമ്മൾ ആരും അധികം കണ്ടിട്ടുണ്ടാവില്ല. ഹൗസ് ക്രോയിനേക്കാൾ വലുതായ ഒരു കാക്കയാണ് ഈ കാക്ക. ഈ കാക്കയുടെ നിറം മുഴുവൻ കറുപ്പ് നിറമായിരിക്കും. ഈ കാക്കയുടെ ശബ്ദം മറ്റു കാക്കകളിനേക്കാൾ കുറച്ച് ഭാരം കൂടിയൊരു ശബ്ദമായിരിക്കും. ഈ കാക്കകൾ മനുഷ്യരിനെ വളരെ ദൂരത്ത് നിന്ന് ശ്രദ്ധിക്കുന്ന ഒരു കാക്കയാണ്. പലപ്പോഴും ഈ കാക്കകളാണ് ഒളിഞ്ഞ സ്ഥലങ്ങളിൽ പോയി മരിക്കുന്നത്. ഓരോ കാക്കകളുടെ കൂട്ടത്തിനും സ്വന്തമായിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ ആരെ അനുവദിക്കണം അല്ലെങ്കിൽ ആരെ ഒഴിവാക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ ഗ്രൂപ്പിലുള്ള ഒരു കാക്കയാണ്. അതുകൊണ്ടാണ് ഒരിടത്ത് ഒരു കാക്ക ചത്താൽ ആ സ്ഥലത്തിൽ മറ്റു കാക്കകൾ ഒത്തുകൂടുന്നത്. കാക്കകൾ മരിക്കുന്ന സമയത്ത് മനുഷ്യരുടെ അടുത്തേക്ക് വരില്ല. ഒരു കാക്കയ്ക്ക് ശാരീരികമാകെ അസുഖം പിടിച്ചാൽ അല്ലെങ്കിൽ മരണത്തിന് അടുക്കുകയാണെങ്കിൽ അവ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? അവ മനുഷ്യരിൽ നിന്ന് മാറി അകലും. കാടിനുള്ളിലേക്ക് അവർ ഒറ്റയ്ക്ക് പറന്നു പോകും. ആളൊഴിഞ്ഞ പ്രദേശത്തിലേക്ക് അവർ വേഗം തന്നെ സ്ഥലം മാറും. കയറ്റമുള്ള മരങ്ങളുടെ മേലെ പോയിരിക്കും. കാരണം എന്താണെന്നറിയോ? കാക്കയ്ക്കറിയാം, മരണസമയത്ത് അവരുടെ ശത്രുക്കൾക്ക്, മറ്റു പക്ഷികൾക്ക് അല്ലെങ്കിൽ മറ്റു മൃഗങ്ങൾക്ക് അവരെ വേട്ടയാടാൻ വളരെ എളുപ്പമാണ് എന്ന് കാക്കയ്ക്കറിയാം.
അതുകൊണ്ടാണ് ഈ കാക്ക ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ പോയി മരണപ്പെടുന്നത്. കാക്കകളുടെ ശവസംസ്കാരം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രോമാഞ്ചം തോന്നും. ഇതൊരു സയൻസ് ഫിക്ഷൻ അല്ല, ശാസ്ത്രജ്ഞർ രേഖപ്പെടുത്തിയ ഒരു സത്യമാണ്. ഒരു കാക്ക മരണപ്പെട്ടാൽ മറ്റു കാക്കകൾ ചുറ്റും കൂടി വരും. എന്നിട്ട് ഈ ചുറ്റും കൂടിയ കാക്കകൾ എല്ലാം കൂടി ഒരേ ശബ്ദത്തിൽ നിലവിളിക്കാൻ തുടങ്ങും. അതിൽ ചില കാക്കകൾ ആകാശത്തിൽ ചുറ്റി പറക്കാൻ തുടങ്ങും. ഇതിൽ മറ്റു ചില കാക്കകൾ ഈ സ്ഥലത്തിനൊരു അടയാളമാക്കി കാണും. ഇതിനെയാണ് സയൻസിൽ കാക്കകളുടെ ശവസംസ്കാരം എന്ന് പറയുന്നത്. എന്തിനാണ് ഈ കാക്കകൾ ഇങ്ങനെ ശവസംസ്കാരം ചെയ്യുന്നത്? മറ്റു പല മൃഗങ്ങളും മരിക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ ശവസംസ്കാരം ചെയ്യുന്നത് വെറും കാക്കകൾ മാത്രമാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അപകടമുള്ള സ്ഥലം മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇവിടെ മരണം സംഭവിച്ചു എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ഒരു കാക്കയുടെ മരണം മറ്റു കാക്കകൾക്കൊരു പാഠമാണ്. ഒരു കാക്ക ആളൊഴിഞ്ഞ സ്ഥലത്തിൽ മരിച്ചാൽ പ്രകൃതി അതിനെ അധിക സമയം കിടക്കാൻ അനുവദിക്കില്ല. കീടങ്ങൾ, പുഴുകൾ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ ആ കാക്കയുടെ ശരീരം ഇല്ലാതെയാക്കും. നായയുടെയോ പൂച്ചയുടെയോ പോലെ തുറന്ന സ്ഥലത്തല്ല ഒരു കാക്കയുടെ മരണം. അതുകൊണ്ടാണ് കാക്കയുടെ മരണം നമ്മൾ കാണുന്നതിന് മുമ്പ് പ്രകൃതി അതിനെ ലയിച്ചു കൊണ്ടുപോകും. പല സംസ്കാരങ്ങളിലും കാക്കകളിനെ പലതരം രീതിയിലാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കാക്കകളിനെ മരണമായിട്ടാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ കാക്കകളിനെ പിത്രാത്മാക്കളുമായിട്ടാണ് വിശ്വസിക്കുന്നത്. പക്ഷെ ഞാനൊരു സത്യം പറയട്ടെ, കാക്കകൾ മരണം കൊണ്ടുവരുന്നില്ല. മരണം നടക്കുന്ന സ്ഥലത്തിൽ അവ എത്തിച്ചേരുന്നത് മാത്രമാണ് ചെയ്യുന്നത്. ഒരു കാക്കയുടെ മരണം സംഭവിക്കുമ്പോൾ നമ്മൾ കാണാത്ത അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾക്കൊന്ന് പോയി നോക്കാം. ഒരു കാക്കയുടെ അവസാന മണിക്കൂർ എങ്ങനെയായിരിക്കും? അത് കരയുമോ അല്ലെങ്കിൽ ആരെയെങ്കിലും വിളിക്കുമോ? കാക്കകൾ മനുഷ്യരെ പോലെ സഹായം തേടുന്നില്ല. അവ നിശബ്ദമായി പുറകോട്ട് പോകും. ആളൊഴിഞ്ഞ സ്ഥലത്തിലേക്ക് പോകും. ഉയർന്ന ഒരു മരത്തിലേക്ക് പോകും. അവിടെയാണ് അവസാനത്തെ ശ്വാസം. കാക്കകൾക്ക് ശബ്ദത്തിന്റെ വില അറിയാം. അവസാനത്തെ നിമിഷത്തിൽ ശബ്ദമുയർത്തിയാൽ ശത്രുക്കൾ എത്തും. അതുകൊണ്ടാണ് അവരുടെ മരണം നിശബ്ദമായിരിക്കുന്നത്. നമ്മൾ ചോദിക്കുന്നു, ചത്ത കാക്കകളിനെ എന്താണ് കാണാത്തത്? പക്ഷെ ഒരിക്കലും ഈ ചോദ്യം തിരിച്ചു ചോദിച്ചാൽ കാക്കകൾ മനുഷ്യരുടെ മരണങ്ങൾ എത്ര തവണയാണ് കാണുന്നത്? ആശുപത്രികളിൽ, വീടുകളിൽ, അപകട സ്ഥലങ്ങളിൽ മനുഷ്യൻ മരിക്കുന്നത് കാക്കകൾ എത്രയോ തവണ മുകളിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും. പ്രകൃതി ഒരു ശവത്തെ പോലും അനാവശ്യമായി കിടക്കാൻ അനുവദിക്കില്ല. എല്ലാത്തിനും അതിൻ്റെതായ ഒരു കാരണമുണ്ട്. കാക്കയുടെ ശരീരം പോലെ മറ്റൊരു ജീവൻ ജീവിക്കാനുള്ള കാരണമാവും. ഒരു കാക്ക ചത്തയിടം മറ്റു കാക്കകൾ മറക്കില്ല. വർഷങ്ങൾ കഴിഞ്ഞാലും ആ വഴി പറക്കുമ്പോൾ അവയുടെ ശബ്ദം മാറും. കാരണം മരണം അവർക്കൊരു ഓർമ്മയാണ്. നമ്മൾ കാക്കയെ ഭയപ്പെട്ടും ദുഃഖമായും ബന്ധിപ്പിച്ചു. പക്ഷെ സത്യം പറയട്ടെ, കാക്ക മരണം ഉണ്ടാക്കുന്നില്ല, അത് മരണം മനസ്സിലാക്കുന്നതാണ്. ഇനി അവസാനമായിട്ട് ഞാനൊരു കാര്യം പറയാം. കാണാത്തതെല്ലാം ഇല്ലാത്തതല്ല. ചിലത് നമ്മളെക്കാൾ ബുദ്ധിമാനായതുകൊണ്ട് ഒളിച്ചിരിക്കുന്നത് മാത്രം. വീഡിയോയുടെ അവസാനം വരെ കണ്ടതിൽ വളരെ നന്ദിയുണ്ട്. ഇതുപോലത്തെ വീഡിയോ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുമാത്രമല്ല, വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുക്കുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എല്ലാം ചെയ്യുന്നത്.